കുറച്ച് കാലമായിട്ട് പടമൊന്നും ഇല്ലാത്തോട്ട് ഇപ്പൊ വിളക്കൊട്ടാക്കല ജോലി. രണ്ടാമത്തെ മകനോട് എന്താണ് പറയാനുള്ളത്? അയ്യോ, എൻ്റെ പൊന്നും മോനാണ് അവൻ. അമ്മയ്ക്ക് സങ്കടം വന്നാൽ ഒപ്പം സങ്കടം വരുന്ന ഭയങ്കര തന്നേടിയാണെന്ന് നിങ്ങളൊക്കെ ധരിക്കുന്ന ആള്. പക്ഷേ പാവമാണ് അവൻ, ലോലഹൃദയനാണ്, അമ്മയുടെ ചക്കരക്കുട്ടനാണ്. എനിക്ക് ഒന്നേ പറയാനുള്ള മോനെ, ഇങ്ങനെ തന്നെ സത്യസന്ധമായിട്ട് കഷ്ടപ്പെടാനും സത്യം മാത്രം തുറന്നു പറഞ്ഞ് അച്ഛൻ പറഞ്ഞിരിക്കുന്ന പോലെ ഇതുപോലെ മുന്നോട്ട് പോവുക. നമുക്ക് ജനങ്ങൾ കൂടെ ഉണ്ടാവും, ഈശ്വരൻ കൂടെ ഉണ്ടാവും. കയ്യടി കൊടുക്കാം, വലിയൊരു കയ്യടി. സൂപ്പർ. ഇനി അടുത്ത പിക്ചർ ആരുടെയാന്ന് നമുക്ക് നോക്കാം. ഇന്ദ്രജിത്ത്, ആദ്യത്തെ മകൻ മല്ലിക ആന്റിന്റെ. അതെ, ഇന്ദ്രൻ ഈ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ മകൻ എന്നുള്ളൊരു പരിഗണന ഒരു 3-3.5 വയസ്സ് വരെ കൊടുത്തു, പിന്നെയും കൊടുത്തു. പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. അവന് പൃഥ്വിരാജ് മതി. അയ്യോ പാവം, അയ്യോ പാവം എന്ന് പറഞ്ഞ് ഇവർ തമ്മിലാണ് വലിയ കമ്പനി. ഞാനുമായിട്ട് പറയാത്ത പല കാര്യങ്ങളും അതുകൊണ്ട് ഇപ്പോഴും 50th ഇയറിൽ അമ്മയ്ക്ക് പറയാനുള്ളത്, അമ്മയുടെ കാലം കഴിഞ്ഞാലും ചേട്ടനും അനിയനും ഒറ്റക്കെട്ടായിട്ട് ഇതുപോലെ സ്നേഹിച്ചു പോകണം. മോന് രാജുവുണ്ട്, രാജുവിന് ഇന്ദ്രേട്ടനും ഉണ്ട്. ഇനി അടുത്ത പിക്ചർ മല്ലിക ആന്റി തന്നെയാണ്. സുപ്രിയ. അയ്യോ, നല്ലത് പറഞ്ഞില്ലേ, മിക്കവാറും തല്ല് കിട്ടും എനിക്ക് അല്ലേ? അതില്ല കേട്ടോ. അയ്യോ, ഇതുപോലെ ഒരു പെൺകുട്ടി വന്നില്ലായിരുന്നെങ്കിൽ. രാജു എന്തൊരു സ്മാർട്ടാണെന്നറിയാം. കാരണം വേറെ കൊണ്ടല്ല, കുഞ്ഞിൻ്റെ പഠിത്ത കാര്യമാവട്ടെ, പ്രൊഡക്ഷൻ ആവട്ടെ, ഡിസ്ട്രിബ്യൂഷൻ ആവട്ടെ എന്ന് വേണ്ട. ഓഫ് കോഴ്സ് രാജു അതിൻ്റെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും രാജുവിന് സമയം തികയുന്നില്ല. ഓവർ in terms of അയ്യോ, അതെന്റെ മോൻ തന്നെ. അത് ശരി, ആരാ സ്മാർട്ട്? എന്റെ മോൻ സ്മാർട്ടാ, അതാ കൂടെ വന്നത് ഭാര്യയായിട്ട്. അതിന് നമ്മൾ വിട്ടുകൊടുക്കൂല. അയ്യോ, അതാ ഞാൻ സത്യം. ഷീ ഈസ് വെരി സ്മാർട്ട്. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ മിടിക്കുക ആണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞേ, സുപ്രിയ ഭയങ്കര പൊസസീവ് ആണെന്ന്. അതെ. അങ്ങനെ എങ്ങനെയാ തോന്നിയത് മല്ലിക? അങ്ങനെയല്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യമോ. അവിടെ കടന്നു കയറി ആക്രമിക്കാനൊന്നും ആരെയും സമ്മതിക്കുന്നില്ല. അത് എൻ്റെ സ്വഭാവമാണ്. എന്താ അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നത്? വേണ്ട, എനിക്കിതാ ഇഷ്ടം. എല്ലാ 2 മക്കളും കൂടെ വിളിക്കും, വാമ്മേ വാമ്മേ വാമ്മേ. ഞാൻ പറയടാ, രാവിലെയൊക്കെ രാത്രിയിലൊക്കെ നിങ്ങൾ ബർഗറും കുന്തവും കുടച്ചൊക്കെ വാങ്ങിച്ച് തിന്നുമ്പോൾ 2 ദോശ ഇട്ട് തരുമോ അത് ഞാൻ ചോദിക്കാൻ നിൽക്കണ്ടേ? വേണ്ട, ഞാൻ എൻ്റെ ജോലിക്കാരും ഒക്കെ ആയിട്ട് എല്ലാവരും എനിക്കും ഉണ്ട് അതിൻ്റെ സെറ്റപ്പുകളൊക്കെ. അതാണ് സന്തോഷം. നിങ്ങൾക്ക് എപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ആഹാരമാണോ അപ്പോൾ ഇങ്ങോട്ട് പോര്. ഒരിക്കലും ചെന്ന് നിൽക്കില്ലേ മല്ലിക ആന്റി അവരുടെ അടുത്ത്? ഇതുവരെ പോയി അങ്ങനെ നിന്നിട്ടില്ല. പക്ഷെ കാലത്തോട്ട് വൈകിട്ട് വരെ ഇരിക്കും, സിനിമയൊക്കെ കാണും, തിരിച്ചു രാത്രി നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട് തന്നെ സ്വർഗ്ഗം. അടിപൊളി അടിപൊളി. അപ്പൊ നെക്സ്റ്റ് പിക്ചർ നമുക്ക് നോക്കാം. 3 പേരായിട്ടുണ്ട്. പൂർണിമ. അയ്യോ, പൂർണിമ ഈ ക്ഷീണിക്കുന്ന മുഴുവനും ഈ ജോലിയാണ് കേട്ടോ. കുറേ നേരം അറിയാമല്ലോ, ഒരു പൊട്ടിക്കൊണ്ട് അതിൻ്റെ പുറകെ. പിന്നെ മക്കൾ 2 പേരും നന്നായിട്ട് പഠിക്കും. എപ്പോഴും അവർ നന്നായിട്ട് പഠിച്ചുകൊണ്ട് അത് മുഴുവനും പൂർണിമയുടെ തലയില്ല. കാരണം ഇന്ദ്രൻ വീട്ടിലേ ഇല്ല. പിന്നെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്? അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞൊരു പോയിന്റ് അതാണ്, 2 പേർക്കും അനുയോജ്യരായ 2 പെൺകുട്ടികളെ കിട്ടിയതാണ് അവരുടെ വിജയത്തിൻ്റെ ഒരു ജീവിത വിജയത്തിലെ ഒരു പ്രധാനം. 50th ഇയറിൽ എന്ത് പറയും? അമ്മയ്ക്ക് 50 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പം മൊത്തത്തിൽ എത്ര വയസ്സായെന്ന് അറിയാമല്ലോ അല്ലേ? അപ്പം അതുകൊണ്ട് ഇതുപോലൊക്കെ സ്നേഹത്തോടും അതിലൊക്കെ ജീവിച്ചു പോവുക. അപ്പോഴേ ജനം പറയുള്ളൂ അമ്മയുടെ സ്വപ്നങ്ങൾ സഫലമായി. ഓക്കെ, എന്നാൽ ഒരു ചെറിയൊരു ചോദ്യം, വേറൊന്നുമല്ല, നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വന്നതാണ്. ചെറുതായിട്ടെങ്കിലും ഒരു അമ്മായിയമ്മ മരുമകൾ പോരുണ്ടെങ്കിൽ ആ പോരെടുക്കുന്ന ആരുടെതായിരിക്കും? സുപ്രിയ. എനിക്കത് ഇഷ്ടമേ അല്ല. ഞാൻ എന്നെ കിട്ടത്തില്ല പോരിന്. ഞാൻ ഇവരുടെ കൂടെ താമസിക്കത്തില്ലല്ലോ. പിന്നെ പോരെടുക്കാൻ എങ്ങനെ പോരെടുക്കുന്നത്? ഞാൻ നിൽക്കത്തില്ല. ഞാൻ വേറെ അത് പറയാൻ മക്കൾക്ക് വലിയ പരാതിയാ കൂടെ ചിന്തിക്കാതെ. അതല്ല, അതുകൊണ്ടാണ് ഈ സ്നേഹം. നമ്മൾ കൂടെ കിടന്ന് വരവയാ തീർന്ന കാര്യം അതോടുകൂടി തീർന്നു. അല്ല, എന്നാൽ ഒരു ഇച്ചിരി മല്ലിക ആന്റിക്ക് ഇവളെ ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് ഇവരിൽ ആരെയാണ്? അങ്ങനെ അതങ്ങനെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് ചിന്തിച്ച് നോക്കാം അടുത്ത ഇന്റർവ്യൂവിൽ പറയുമ്പോ. ഇതുവരെ അവരെ കൊണ്ട് എനിക്ക് യാതൊരു ഇതുമില്ല. ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഉടനെ അവരെയൊക്കെ വിളിക്കുകയും ഭക്ഷണം വരെ ഉണ്ടാക്കി കൊടുക്കുക. അമ്മയ്ക്ക് ഇവിടെ കുറച്ച് ചിക്കൻ ഉണ്ടാക്കി അതിപ്പോൾ അങ്ങോട്ട് ഇതൊക്കെ അതറിയാം. ഞാൻ അവിടെ പോയി കഴിക്കുകയില്ല, അത് 2 പേർക്കും അറിയാം. പിന്നെ എന്തെങ്കിലും വിശേഷം പിറന്നാൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ ചെല്ലും. അതാണ് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അതുകൊണ്ടാണ് ഈ ഹാപ്പി ആയിട്ട് പോകുന്നത്. മോളെ സത്യം പറയാൻ പറ്റുന്നറിയോ, ചില അമ്മമാർക്കുണ്ടല്ലോ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ മോനോട് കുറച്ച് കൂടുതലാണ്. ഞാനിവിടെ ഇരുന്നിട്ട് അവൾക്ക് മൈൻഡില്ല, എൻ്റെ മോനെ വിളിച്ചോട്ട് അങ്ങ് പോയി എന്നൊക്കെ ചിന്തിക്കുന്നവരോട്ട്. അല്ലല്ല, എന്നാൽ ഈ അമ്മമാർക്കൊരു
ആൺമക്കളോട് ഒരു ഒരു പ്രത്യേക ഒരു ഇഷ്ടം? അല്ല, അത് പലർക്കും ഉണ്ട്. പൊസസീവ്നെസ് കൂടുതലാ അമ്മമാർക്ക് ആൺപിള്ളേരോട്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതേ, നമ്മളാണ് ആ സ്ഥാനത്തെങ്കിലും നമുക്കൊരു ജീവിതം വേണ്ടേ? ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞ്, അതിനകത്ത് ഒരുപാട്. പക്ഷെ തെറ്റ് കണ്ടാ പറയണം, അത് കാണിച്ചത് ശരിയായില്ല എൻ്റെ മോനെ എന്ന് പറയാം. അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം. ചുമ്മാ എന്തിനാ? മോളെ വിളിച്ചോണ്ടൊരു സിനിമയ്ക്ക് പോയാൽ എന്നാലും അവൻ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് പോയി ഒരു സിനിമ കണ്ടൂടെ? അവരുടെ കീഴിൽ തന്നെ രണ്ടുപേരുടെ നടക്കുന്നതേ കാണാവോ? അല്ല, അതൊക്കെ ശരിയല്ല. അത് അങ്ങനൊന്നും അമ്മായിയമ്മമാരും വിചാരിക്കരുത്. പൂർണ്ണിമേശീനെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞ മല്ലികാൻറ്റി ആണെങ്കിൽ ടേക്ക് കെയർ ചെയ്ത് നോക്കിക്കൊള്ളാം എന്നാ പറഞ്ഞത്. അപ്പൊ അത്രയും വിലവടാണ്. ഇനി അടുത്ത പിക്ചർ തുറക്കാൻ പോകുന്നു. 50th ഇയറിൽ എന്താണ് പറയാ? ഇതാണ് അച്ഛമ്മയുടെ ഒരു പൊന്നുമോൾ. അവള് എല്ലാം ഉപദേശിക്കും എൻ്റെ മോനെയും ഒക്കെ. സത്യം ഒന്നും അറിഞ്ഞോണ്ടൊന്നുമല്ല, പക്ഷെ പറയുന്നതൊക്കെ ഭയങ്കര സെൻസിബിളായിട്ട് പറയും. അവളൊരു ദിവസം എടുത്ത് ചോദിക്കുക, ക്രിസ്മസ് ഹോളിഡേയ്സ് ആണ് അച്ഛമ്മ, വൈ കാണ്ട് യു കം ആൻഡ് സ്റ്റേ വിത്ത് അസ് ഫോർ 1 week? ഞാൻ അല്ല മോളെ, ഇത് 4 വീടിന് അപ്പുറത്തല്ലേ എൻ്റെ പൊന്നുമോള് താമസിക്കുന്നത്. മക്കൾ ഇഞ്ഞ് പോയി ഒരു സ്കൂൾ അടയ്ക്കുമ്പോൾ. അപ്പോൾ ഞാൻ എന്നിട്ട് പറയണ, ഇത്രയും കാലമായി, ഒരാഴ്ച അവധിയുണ്ട്, ഇഞ്ഞ് പോരമ്മേന്ന് നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? കണ്ടോ? അവ പറഞ്ഞു, ആ ശരി, ഞങ്ങൾ വിളിച്ചാൽ അമ്മ വരുമോ? ഞാൻ എന്നാലും അത് അവൾ ആരും പറഞ്ഞു കൊടുക്കാതെ ഇപ്പം തന്നെ വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും രാജു ചുമ്മാ. അപ്പം പണ്ട് ഇതുപോലെ രാജു കയറി വരുമ്പം ഇങ്ങനെ അമ്മ എന്നെ വഴക്ക് പറയും, ഡാഡ എന്നെ വഴക്ക് പറയൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചുമ്മായെങ്കിലും രാജുവിനൊക്കെ എന്തിനാടാ കുഞ്ഞിനെ വഴക്ക് പോയ. അപ്പോൾ അവൻ ചുമ്മാതാവേ ഞാൻ ഒന്ന് പറയുന്നത് പറയും. പിന്നെ അവൾ വരുമ്പോൾ എങ്ങനെ അറിയോ, കഥ കയറുമ്പോഴേ ഡാഡ എന്നെ വഴക്ക് പറഞ്ഞു, ചുമ്മാതാ. അപ്പം അവിടെ ധാരണ ഒരടിയെങ്കിലും കൊടുക്കണമെങ്കിൽ അച്ഛമ്മയുടെ ഒരു സഹായം വേണം. അല്ല, അപ്പൊ എന്ത് പറയാ അലങ്കൃതയോട് എന്ത് പറയും? അലങ്കൃത അച്ഛമ്മയുടെ തക്കുടുവാണ്. ഐ നോ ദാറ്റ് ഷീ ഈസ് എ വെരി ഇന്റലിജന്റ് ഗേൾ. കീപ് ഗോയിങ് മക്കളെ, മിടുമിടുക്കിയായിട്ട് വരും എൻ്റെ മോള്. അത് അച്ഛമ്മയ്ക്ക് അറിയാം. അപ്പൂപ്പൻ്റെ എഴുത്തും വായനയുണ്ട്, അച്ഛൻ്റെ മിടുക്കുണ്ട്, അമ്മയുടെ മിടുക്കുണ്ട്, എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് അലങ്കൃത പൃഥ്വിരാജ്. അപ്പം അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും അതേ ഉള്ളൂ പറയാൻ. കൂടുതൽ എന്താ പറയാനാ? 8 വയസ്സാവാൻ പോകുന്ന കുഞ്ഞിനോട്. ഇനി ഒരു പിക്ചറും കൂടെ ഉള്ളൂ, എന്താണെന്ന് നോക്കാം. 50ാം വർഷത്തില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മല്ലികാൻറ്റി ആ 50th ഇയറിൽ മിസ് ചെയ്തത് സുഖേട്ടനെയാണോ? തീർച്ചയായിട്ടും. എന്താ സംശയം മോളെ? കൊള്ളാം. എനിക്ക് ജീവിതം തന്ന, എനിക്കിതെല്ലാം തന്ന ഒരു ദൈവ അവതാരം പോലെയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഇല്ലാതെയൊക്കെ ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സഹിക്കുന്നുണ്ട്. പക്ഷേ അത് പുറത്ത് പറയുന്നില്ലെന്ന് മാത്രം. എനിക്കിങ്ങനെ ഒരു ജീവിതം കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചല്ല. അതും ആ ഒരു കഷ്ടപ്പാടുമില്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് പോയ ഒരാളാണ് അദ്ദേഹം. ഇദ്ദേഹം ഇല്ലെങ്കിൽ ഇവരാരും ഇല്ല, എല്ലാം ബിഗ് സീറോയാ. പിന്നെ എന്നാലും എന്തായാലും ഒരു കാര്യം ഇപ്പൊ സുഖേട്ടൻ ഇത് കാണുന്നുണ്ട്. മല്ലികാൻറ്റിയുടെ മല്ലികാൻറ്റി പറഞ്ഞു ഞാൻ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. വീട്ടിലിരുന്ന് പറയാറുണ്ട് മക്കളോട്, എന്നെക്കാട്ടിൽ നല്ല ആർട്ടിസ്റ്റാണ് നിൻ്റെ അമ്മ എന്ന്. അതുകൊണ്ടാണോ എന്നറിയില്ല, അതോ എപ്പോഴും പറയും എടപ്പാളുകാർ നേരത്തെ പോകും, 55 വയസ്സാണ് മാക്സിമം ആയുസ് എന്നൊക്കെ പറയും. ഏതായാലും എൻ്റെ സുഖട്ടായി ഇത്രത്തോളം എത്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു ബലമായിരുന്നേനെ. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അവിടെ ഇരുന്ന്. കേട്ടാ, ഞാൻ ഒന്നും പറയുന്നില്ല. താങ്ക് യു. ഒരു വലിയ കൈയടി കൊടുക്കാണ്. മനസ്സറിഞ്ഞ് തന്നെ മല്ലികാൻറ്റി നമ്മളോട് മനസ്സറിഞ്ഞ് ഇത് ചെയ്തിരിക്കുന്നു.